ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ നമ്മുടെ റമദാൻ ഇന്ന് 30 അപ്പോൾ നമ്മളോട് റമദാൻ വിടവാങ്ങിയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഒരു വ്ളോഗാക്കിയിട്ട് നമ്മുടെ റമദാൻ്റെ ആ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഞാൻ 2 ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചണിലേക്ക് കയറുകയുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ നമ്മുടെ പ്രെയറും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെയാണ് കിച്ചണിൽ കയറാറ്. ഇപ്പം ഞാൻ അല്ലാതെ നോമ്പായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമേ തോട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും നമുക്ക് പറിക്കാനുള്ള വിളവുകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുത്തിട്ട് വരും. അല്ലാത്ത സമയത്ത് ഞാൻ 2 പ്രാവശ്യം, അതായത് രാവിലെ ആയാലും വൈകുന്നേരം 2 പ്രാവശ്യം ഞാൻ തോട്ടത്തിലൊക്കെ നടക്കാറുണ്ട്. ഇതിപ്പോൾ എനിക്കൊരു കുറച്ച് കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരൻസ് അപ്പുറത്തെ ഭാഗമുണ്ട്. ഞാൻ കുഞ്ഞുങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ കിച്ചണിൽ കയറി നമുക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് നോമ്പ് മുറിക്കാൻ വേണം, നോമ്പ് തുറക്കാൻ വേണം, അത്താഴത്തിൻ്റെ കറി അടക്കം ആ ടൈമിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് ഞാനത് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് റമദാൻ മാസം രാവിലെ മുതലേ തന്നെ കിച്ചണിൽ കയറുകയും അതുപോലെ വൈകുന്നേരത്തേക്കുള്ളതിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഞാനൊക്കെ അന്നേരം ആലോചിക്കാറുണ്ട്, ഇത്രയും ടൈം നമുക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ നമ്മൾ അതായത് രാവിലെ മുതലേ അടുക്കളയിലേക്ക് കയറി ചെയ്യേണ്ടേ ഉണ്ടോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ വളരെ നേരത്തെയൊക്കെ കയറി ഇങ്ങനെ തേങ്ങ ചരച്ചുകൊണ്ടും അതല്ലെങ്കിൽ അരി അരച്ചുകൊണ്ടൊക്കെ ചെയ്തിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം. നമുക്ക് കുറച്ച് നല്ല സ്പീഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു മണിക്കൂർ മതി അത്രയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല, കുറച്ച് സ്പീഡ് കുറഞ്ഞ ആളായാലും ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വെണ്ടക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് വെണ്ട അങ്ങനെ അത്ര ആരും ഇങ്ങനെ തോരനൊന്നും ആക്കി ഉപയോഗിക്കാറുണ്ടാവില്ല. പക്ഷെ നമ്മൾ അത് വെണ്ടയ്ക്ക തോരനുണ്ടാക്കുകയും അല്ലെങ്കിൽ കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഈ ഒരു ഇളം വെണ്ട നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെണ്ടയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് കഞ്ഞീൻ്റെ വെള്ളം കുടിക്കണം. രാത്രി ഒരു തറാവിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കും. പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പഴമുണ്ട്, നല്ല പഴുത്ത പഴം. ഇതിൻ്റെ പുറംതൊലി മാത്രമേ അങ്ങനെ കറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഉള്ളിൽ നല്ല പഴം തന്നെയായിരുന്നു. അപ്പോൾ അത് 2 പീസാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നമുക്കിത് പഴം നിറച്ചത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇതുപോലെ പഴുത്ത പഴം. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ ഫില്ലിങ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും നമുക്ക് ഒന്ന് നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ പഴം നിറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അറിയാമായിരിക്കും എല്ലാവർക്കും, അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഞ്ഞീൻ്റെ അരി കഴുകിയാണ്. റേഷൻ അരിയാണ്, നല്ല അരി തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ പഴം ഫസ്റ്റ് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മളൊന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തതും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഓഫാക്കി നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് അരിയൊക്കെ ഇട്ട് നന്നായി തിളക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി വെച്ച് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അതിൽ തന്നെ വെന്തോളും. പിന്നെ ഞാനിതിൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു ചിക്കൻ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് സമൂസൻ്റെ ഷീറ്റും കൂടി ഉണ്ട്. അപ്പോൾ ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
പെട്ടെന്ന് തന്നെ ആവും. ഞാൻ ഇതുവരെ ഈ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഇതിൻ്റെ ഷീറ്റ് തയ്യാറാക്കിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു ഷീറ്റ് വാങ്ങിയത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. കാരണം നമ്മുടെ ഇതുപോലെ ഫില്ലിങ്ങൊക്കെ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു മുട്ട കൊണ്ടൊക്കെ ഫില്ലിംഗ് ആക്കി ഈ സമൂസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഈ ഒരു സമൂസൻ്റെ ഷീറ്റ് വാങ്ങി വെച്ചത്. ഞാൻ ഈ ഒരു അടുപ്പ് ഓരോന്നും ഒഴിയുന്നതിനനുസരിച്ച് ഓരോന്ന് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ പഴം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തുകൊണ്ടും മറ്റേത് ഇട്ടുകൊണ്ടും അതും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സമൂസ റെഡി ആയി കഴിഞ്ഞാൽ ആ ഒരു ഓയിലിട്ട് തന്നെ ഈ സമൂസയും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴയത ഈ ഒരു ഇതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പഴം നിറച്ചതെടുത്തത് അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണ പിടിച്ചതുപോലെ ഇപ്പോഴുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്ന് പേപ്പറിലിട്ട് ടിഷ്യൂ പേപ്പറിലിട്ട് ഒന്ന് എണ്ണ വാർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ഓയിലിലേക്ക് തന്നെ ഓരോന്നായിട്ട് കൊടുത്ത് സമൂസ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ശരിക്കും ഈ വീട്ടമ്മമാർക്ക് ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ നല്ല ഫ്ലെയിമുള്ള ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരമാണ്. എനിക്കിപ്പോഴും 4 ബർണറുള്ളൊരു ഗ്യാസ് അടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നല്ലൊരു ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാൻ വെച്ച് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കി എടുക്കണം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന കറി മുട്ടയും പഴവും വെച്ചിട്ടാണ്. ഞാൻ ഇതിനു മുമ്പേ അതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. നിങ്ങളൊന്ന് കയറി നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. നമ്മുടെ പത്തിലിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറേ ആൾ ഞാൻ ആ കറിയിട്ട സമയത്ത് കോമ്പിനേഷനെ കുറിച്ച് കുറേ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, ഇതെങ്ങനെ പഴുത്ത പഴമിട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതിന് വേണ്ട തേങ്ങയാണ്, ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലും 2-ാം പാലും ആക്കി എടുക്കണം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് ഇതാ നമ്മുടെ ആ പഴുത്ത പഴം തന്നെയാണ്, വലിയ പഴം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. കറി അവിടെ റെഡി ആകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്കൊന്ന് പത്തിലിന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ പത്തിൻ്റെ അരി പൊടിക്കുന്നതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ഈ പത്തിൽ ചുടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1-ാം പാലൊഴിച്ച് കറി ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇനി പിന്നെ നമുക്ക് ഈ ഒരു അടുപ്പിലേക്ക് പത്തിരിൻ്റെ ഓട് വെച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. പത്തിൽ ചുടുന്നതിൻ്റെ നല്ലൊരു ക്ലിയർ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പത്തിൻ്റെ ഒരു വീഡിയോ ഒന്നും ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സമയത്താണ് ഉമ്മ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ എന്നോട് കുറേ ദിവസമായി ഞാൻ ഉമ്മാനെ നോമ്പ് മുറിക്കാൻ ദിവസം നമ്മളെ കൂടാൻ വിളിക്കുന്നത്. പക്ഷേ ഇതുവരെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും പെട്ടെന്നാണ് വന്ന് കയറിയത്. അപ്പോൾ നമ്മുടെ ചിക്കനും ഇതൊന്നും ഉമ്മ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ സമൂസ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു സമൂസ. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ്, ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഉമ്മ അങ്ങനെ നോമ്പ് മുറിക്കുന്ന സമയത്ത് അപ്പത്തരങ്ങളൊന്നും കഴിക്കാറില്ല. നമ്മുടെ പത്തിലും അതുപോലെ തന്നെ കറിയും അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് കഴിക്കാറ്. പക്ഷേ വീട്ടിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് ഉമ്മാനെ അങ്ങനെ ഒന്നും കൊടുക്കാതെ ഇരുത്താൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ പറയുന്നുണ്ട് ഒന്നും ഉണ്ടാക്കണ്ട എനിക്ക് വേണ്ടാന്ന്. പക്ഷെ എന്നാലും ഞാൻ ഉമ്മാക്ക് സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോയാബീൻ കട്ട്ലറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതും ഞാനൊന്ന്
ബ്രെഡ് ക്രംസ് നോക്കിയിട്ടല്ല, ഞാൻ മൈദ കവർ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ കട്ട്ലറ്റ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മൈദ കവർ ചെയ്തിട്ട് ചുട്ടെടുത്തതും. അപ്പോൾ അതും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മറ്റൊരു അടുപ്പിൽ ഇതേപോലെ ഉണക്ക ചെമ്മീൻ വറുത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അത്താഴത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണ്. അതിൽ ഫ്രൂട്ട് സലാഡും ജ്യൂസൊക്കെ മക്കൾ ചെയ്തതാണ്. ബത്ത ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഉമ്മാൻ്റെ പത്തിരിയും കറിയും നമ്മുടെ സമൂസയും കായ് നിറച്ചതും എല്ലാം ഇവിടെ റെഡിയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ നമ്മളോട് വിട പറയുകയും അതുപോലെ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ചെറിയ പെരുന്നാൾ വരികയുമാണ്. പക്ഷേ ലോകത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും വളരെ പ്രാർത്ഥനയിലും വിഷമത്തിലും മൂകതയിലുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതുപോലെ തന്നെ പരസ്പരം സഹായം ചെയ്യുക. അതുപോലെ തന്നെ പരസ്പരം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ടൈമിൽ ചെയ്യാനുള്ളത്. നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത ഒരു ചെറിയൊരു കുഞ്ഞൻ വൈറസ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ലോകം തന്നെ ഇന്ന് പേടിച്ച് വിറച്ചിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിടാതിരിക്കുക. എപ്പോഴും നമ്മൾ പോസിറ്റീവായ ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും പഴയ പോലെ തന്നെ സന്തോഷവും സമാധാനവും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.